ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ UGC നെറ്റ് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാലൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 വരെ നമ്മൾ പറഞ്ഞു. क्वेश्चन नंबर 14, मानव शरीर का अध्ययन करने वाले प्राणी विज्ञानकों का निश्चित मत है कि मानव चित्र की भांति मानव शरीर में भी बहुत सी अभ्यासजन्य सहज वृत्तियाँ रह गई है. उपयुक्त पंक्तियाँ निम्नलिखित में किस निबंध से उद्धृत है? ഇപ്പം പറഞ്ഞത് ഒരു നിബന്ധിലെ വരികളാണ്. അത് ഏത് നിബന്ധിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. मानव शरीर का अध्ययन करने वाले प्राणी विज्ञानकों का निश्चित मत है कि मानव चित्र की भांति मानव शरीर में भी बहुत सी अभ्यासजन्य सहज वृत्तियाँ रह गई है. ഇത് ഏത് നിബന്ധിലെ വരികളാണ്? ആൻസർ നാക്കുൻ ക്യോ ബഡ്തേ ഹൈ. നാക്കുൻ ക്യോ ബഡ്തേ ഹൈ എന്ന് പറയുന്നത് നിബന്ധമാണ്. ആ നിബന്ധിലെ ഒരു വരിയാണിത്. क्वेश्चन नंबर 41, स्वर ध्वनि के संबंध में निम्नलिखित तथ्यों पर विचार कीजिए. स्वर ध्वनिയെ കുറിച്ച് ഉള്ള സെന്റൻസുകളാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള 5 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 കറക്റ്റാണ്. അപ്പോൾ ആ 3 കറക്റ്റായിട്ടുള്ളത് നമുക്ക് പറയാം. ഉച്ചാरण की दृष्टि से मूल स्वर 10 है. അത് കറക്റ്റാണ്. स्वर ध्वनि के उच्चारण में हवा आबाद गति से मुख विवर से निकलती है. അതും കറക്റ്റാണ്. मात्रा के आधार पर स्वर 2 प्रकार के होते हैं. ह्रस्व दीर्घ. ഹ്രസ്വെന്നും ദീർഘെന്നും മാത്ര അനുസരിച്ച് രണ്ടായിട്ടുണ്ട്. അതും ശരിയാണ്. അപ്പോഴേ 5 സെൻറ്റൻസിൽ 3 ശരിയാണ്. കേവൽ 2, 3, 5 ആണ് ശരി. ശരിയായ സെൻറ്റൻസുകൾ ഒന്നുകൂടെ പറയാം. സ്വരിനെ ആധാരമാക്കിയാണ് പറയുന്നത്. സ്വർ ധ്വനിക്ക് സംബന്ധമേ ഏതൊക്കെയാണ് കറക്റ്റ്? ഉച്ചാरण की दृष्टि से मूल स्वर 10 है. स्वर ध्वनि के उच्चारण में हवा आबाद गति से मुख विवर से निकलती है. मात्रा के आधार पर स्वर 2 प्रकार के होते हैं. ह्रस्व दीर्घ. क्वेश्चन नंबर 42, क्रिया के संबंध में निम्नलिखित तथ्य है. ക്രിയയെ സംബന്ധിച്ച് താഴെ സംബന്ധിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. അതിൽ 3 കറക്റ്റാണ്. 5 കൊടുത്തേക്കുന്നതിൽ ആ 3 കറക്റ്റ് ഏതൊക്കെയാന്ന് പറയാം. ജോ ക്രിയായെ वाक्य के अंत में रहकर वाक्य की समाप्त करती है वे समापिका क्रियाएं कहलाती है. അത് കറക്റ്റാണ്. जिस शब्द के प्रयोग द्वारा किसी वस्तु के विषय में विधान किया जाता है उसे क्रिया कहते हैं. അതും കറക്റ്റാണ്. क्रिया के मूल अंश को धातु कहते हैं. ഇത് 3 കറക്റ്റ്. 5 സെന്റൻസിൽ 3 കറക്റ്റാണ്. കേവൽ 2, 3, 5 ഏതൊക്കെയാണ്? जो क्रियाएं वाक्य के अंत में रहकर वाक्य को समाप्त करती है वे समापिका क्रियाएं कहलाती है. जिस शब्द के प्रयोग द्वारा किसी वस्तु के विषय में विधान किया जाता है उसे क्रिया कहते हैं. क्रिया के मूल अंश को धातु कहते हैं. ഇത് 3 കറക്റ്റ്. क्वेश्चन नंबर 43, भारतेंदु युगीन कविता के निम्नलिखित कथनों पर विचार कीजिए. ഭാരതേന്ദു യുഗീന് കവിതയിലെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ കറക്റ്റായിട്ടുള്ളത് 5 3 തന്നെയാണ്. 2, 4, 5 ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദശരഥ വിലാപ് അവർ ഫൂലോं का गच्चा खड़ी बोली में रचित है. ഏതൊക്കെയാണ്? ദശരഥ വിലാപും ഫൂലോं का ഗുച്ഛയും എന്തിലാണ് എഴുതിയേക്കുന്നത്? ഖടി ബോലിയിലാണ്. അത് കറക്റ്റാണ്. ഗീത് गोविंदानंद और वर्ष विनोद भारतेंदु हरिचंद्र की रचनाएं हैं. भारतेंदु हरिचंद्रൻ്റെ ഏതൊക്കെയാ? ഗീത് ഗോവിന്ദാനന്ദും വർഷ വിനോദും ഗീത് ഗോവിന്ദാനന്ദും ആരുടേതാണ്? ഭാരതേന്ദു ഹരിചന്ദ്രൻ്റെ രചനകളാണ്. അത് കറക്റ്റാണ്. ഗീത് ഗോവിന്ദാനന്ദ്, വർഷ വിനോദ്. भारतेंदु हरिचंद्र ने प्राप्त समीरन कविता में बेंगला के प्यार छंद का प्रयोग किया. भारतेंदु हरिचंद्र
പ്രാപ്ത് സമീരൻ എന്ന് പറയുന്ന കവിതയിലെ ഏത് ബംഗ്ലാ ഭാഷയിലെ പയാർ എന്ന് പറയുന്ന ചന്താണ് പ്രയോഗിച്ചിരിക്കുന്നത്? പയാർ ചന്ത്. അതും കറക്റ്റാണ്. അപ്പം 3 സെൻറ്റൻസാണ് തന്നേക്കുന്നതിൽ കറക്റ്റ്. ഭാരതേന്ദു യുഗീൻ കവിതയെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസുകളാണ് പറയുന്നത്. ദശരഥ വിലാപ് അവർ ഫൂലോം കാ ഗുച്ച ഇതിലാണ് ഖടി ബോലി മേ രചിത് ഖടി ബോലിയിലാണ് എഴുതിയേക്കുന്നത്. കറക്റ്റാണ്. ഗീത് ഗോവിന്ദാനന്ദും വർഷ വിനോദും ഭാരതേന്ദു ഹരിചന്ദ്രൻ്റെ രചനകളെന്ന് പറയുന്നത് കറക്റ്റാണ്. ഭാരതേന്ദു ഹരിചന്ദ്രനെ പ്രാത് സമീരൻ കവിത എഴുതിയേക്കുന്നത് ബംഗ്ലയിലെ പയാർ ചന്ദിൻ്റെ പ്രയോഗമുണ്ട്. പ്രാത് സമീരൻ എന്ന് പറയുന്ന ഭാരതേന്ദു ഹരിചന്ദ്രൻ്റെ കവിതയിൽ ബംഗ്ലയിലെ പയാർ ചന്ദിൻ്റെ പ്രയോഗവും ഉണ്ട്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗദ്യ വിധാവോം സേ സംബന്ധിത് നിമ്ന കഥനവും പർ വിചാർ കീജിയെ. ഗദ്യവിധകളെ സംബന്ധിച്ച് കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത് 5 സെൻറ്റൻസാണ്. കൂടുതലും 5 സെൻറ്റൻസുകൾ കൊടുത്തിട്ട് കറക്റ്റായ സെൻറ്റൻസ് കണ്ടെത്താൻ ഒരു 3 സെൻറ്റൻസെങ്കിലും കറക്റ്റായിരിക്കും. എപ്പോഴും തന്നേക്കുന്നതിൽ 3 കറക്റ്റായ 3 നമുക്ക് പറയാം. ഋണജൽ ധൻജൽ ഫണീശ്വർനാഥ് രേണു ദ്വാര രചിത് ബാഡ് അവർ സൂക്കേസെ സംബന്ധിത് റിപ്പോർട്ടാർജ് കാ സങ്കലൻ ഹെ. ഋണജൽ ധനജൽ എന്തെന്ന് പറയുന്നത് ആരുടേതാണ്? ഫണീശ്വർനാഥ് രേണുവിൻ്റേതാണ്. അത് ബാഡ് അവർ സൂക്കേസെ സംബന്ധ് ബാഡ് വെള്ളപ്പൊക്കത്തിനെയും വരൾച്ചയൊക്കെ സംബന്ധിച്ച് ഉള്ളൊരു റിപ്പോർട്ടുകളുടെ സംഗ്രഹമാണ് എന്ത്? ഋണജൽ ധനജൽ. അപ്പോൾ ഇനിയും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഋണജൽ ധനജൽ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് റിപ്പോർട്ടാജ് സങ്കലനാണ്. ആരുടെയാണെന്നൊക്കെ ചോദിക്കാം. ഫണീശ്വർനാഥ് രേണുവിൻ്റെയാണ്. നെക്സ്റ്റ് കറക്റ്റായ സെൻറ്റൻസ്, ജ്ഞാൻ മണ്ഡൽ ബനാറസ് ദ്വാര ദോ ഖണ്ഡോ में प्रकाशित साहित्य कोश के संपादक रामकुमार वर्मा थे. ज्ञान मंडल बनारस द्वारा 2 खंडों में प्रकाशित साहित्य कोश के संपादक ആരാണ്? അതിൻ്റെ സമ്പാദക് രാംകുമാർ വർമ്മയാണ്. അടുത്ത കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ്, हजारी प्रसाद द्विवेदी अपने निबंधों में भारत के सांस्कृतिक इतिहास का पुनर्निर्माण करते हैं. हजारी प्रसाद द्विवेदी തൻ്റെ നിബന്ധത്തിൽ എന്താണ് ചെയ്തേക്കുന്നത്? ഭാരതത്തിലെ സാംസ്കൃതിക ഇതിഹാസത്തിൻ്റെ പുനർനിർമ്മാണമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 3 സെൻറ്റൻസുമാണ് ഗദ്യവിധകളിൽ നിന്ന് ചോദിച്ചത്. നമുക്കറിയാലോ സിലബസ് എടുക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഗദ്യവിധകളെക്കുറിച്ചുള്ള യൂണിറ്റ് 10 വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 44 വരെ എത്തിയിട്ടുണ്ട്. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ഓക്കെ, താങ്ക് യു.